നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലമ്പുഴ ഡാം വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് പ്രവർത്തിക്കുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന പരാതിയുമായി BJP. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം, അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭമെന്നും BJP നേതാക്കൾ. പരാതി ഉയർന്ന സാഹചര്യത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ ഇമേജ് കേന്ദ്രം സന്ദർശിച്ചു. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPMനോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPIയെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നും CA അജീർ. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ ഓടുന്നത് ദുരിതത്തിലേക്കെന്ന് മുന്നറിയിപ്പുമായി ജീവനക്കാർ. കാരണം സൂചിപ്പിക്കുന്നത് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിനു ശേഷം യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായ സാഹചര്യത്തിൽ. വിഷയം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കത്ത് നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ. കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാലിന് മുകളിൽ 1 കോടി ചെലവിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന് ആക്ഷേപം. കോട്ടായി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 3 മാസം മുൻപ്. ബസ്സുകൾ കയറാത്തതിനാൽ മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കി. ബസ് സ്റ്റാൻഡ് ഉടൻ ഉപകാരപ്രദമാക്കണമെന്നും ആവശ്യം. മഴ കനത്തതോടെ കോട്ടായി ചെമ്പൈ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതം പേറി യാത്രക്കാർ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്കു ചാടിയ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരണപ്പെട്ടത് 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ കോട്ടയം സ്വദേശി സ്നേഹ. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മലമ്പുഴ ഡാം വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് പ്രവർത്തിക്കുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് BJP. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം നേതാക്കൾ പറഞ്ഞു. അവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം 48 മണിക്കൂറിനുള്ളിൽ മാനദണ്ഡപ്രകാരം സംസ്കരിക്കണമെന്ന നിയമം ഇമേജിൽ പ്രാവർത്തികമാവുന്നില്ല. 3 മുതൽ 4 മാസം വരെ പഴക്കമുള്ള ചുവന്ന കാറ്റഗറിയിലുള്ള മാലിന്യമാണ് ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. സിറിഞ്ചും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാന്റിൽ തുറന്ന സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ കനക്കുന്നതോടെ ഇമേജിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. കഴിഞ്ഞ നിരവധി മാസങ്ങളായി പ്ലാന്റിൽ നിരവധി ഇൻസിനേറ്ററുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി നൽകിയിട്ടുള്ളതിലും അധികം മാലിന്യമാണ് ദിനംപ്രതി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇമേജിലേക്ക് എത്തുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴയിലെ കുടിവെള്ളത്തെ തന്നെ നശിപ്പിക്കുന്ന ഇമേജിന്റെ പ്രവർത്തനത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആശുപത്രി മാലിന്യം മലമ്പുഴ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സ്ഥലം സന്ദർശിച്ച BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. അടിയന്തരമായി പ്ലാന്റിൽ കൂടിക്കിടക്കുന്ന മാലിന്യം സംസ്കരിക്കാനും പ്ലാന്റ് കൃത്യമായി പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ നേതൃത്വം നൽകുന്ന ഇമേജിന്റെ പ്രവർത്തനം സുരക്ഷിതമാക്കാൻ അവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട്. ഇമേജിന്റെ പ്രവർത്തനം സുരക്ഷിതമാക്കാനും ഇവിടേക്കെത്തുന്ന മാലിന്യം തോത് കുറയ്ക്കാനും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം BJP ആരംഭിക്കുമെന്നും C കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. പരാതി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇമേജ് സന്ദർശിച്ചെന്നും കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. C കൃഷ്ണകുമാറിനൊപ്പം BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി N ഷൺമുഖൻ, ജില്ലാ ഭാരവാഹികളായ C മധു, G പ്രഭാകരൻ, ബാബു വെണ്ണക്കര, സംസ്ഥാന കൗൺസിൽ അംഗം P ഉണ്ണികൃഷ്ണ വർമ്മ, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G സുജിത്ത്, മണ്ഡലം ഭാരവാഹികളായ A ശരത്ത്, D ഷിബുദാസ്, M മനീഷ്, പ്രശാന്ത് കുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPMനോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPIയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും അജീർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപക്ഷത്ത് നിൽക്കേണ്ട ഇടത് പാർട്ടികൾ തീവ്ര വലതുപക്ഷ വർഗീയ നിലപാടാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും CA അജീർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചുകാലമായി ഇരു പാർട്ടികളും അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉൾപാർട്ടി വിമർശനവും ജനാധിപത്യവും നഷ്ടപ്പെട്ട പാർട്ടികൾ വിമർശിക്കുന്നവരെ വിരോധികളായാണ് കാണുന്നത്. രാജാവും അനുചരന്മാരുമായി ഇടതു പാർട്ടികൾ മാറിയതാണ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടാൻ ഇടയാക്കിയത്. സ്വജനപക്ഷപാതവും വർഗീയ നിലപാടുകളും അഴിമതിയും ഇന്ന് CPMനെ തിരിഞ്ഞ് കൊത്തുകയാണെന്നും CA അജീർ പറഞ്ഞു. ജനസംഘം പോലുള്ള പാർട്ടികളുടെ പിൻബലത്തോടുകൂടിയാണ് വന്നത്. അല്ലെങ്കിൽ ജനതാ പാർട്ടിയിൽ നിന്നും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയവരുണ്ട്. അതുകൊണ്ട്
മുസ്ലിം ലീഗാണ് ഇതിന് കാരണക്കാർ എന്ന് പറഞ്ഞ് അന്നത്തെ LDF-ന്റെ അകത്തുണ്ടായ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഒഴിവാക്കി. അപ്പൊ തന്നെ MPR ചോദിച്ചു, ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയാണ് മുസ്ലിം ലീഗിൽ? എന്നിട്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നില്ല? അതുകൊണ്ട് വരട്ട് തത്വവാദം പറയരുത് എന്ന രീതിയിലാണ് EMS-നോട് 11ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനത്തിൽ എറണാകുളത്ത് ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യം. ആ രാഷ്ട്രീയ രേഖയിൽ ഇങ്ങനെയുടെ പാലക്കാടുകാരൻ ഇന്ന് ജന്മദിനം ആചരിക്കുന്ന ശിവദാസ് മേനോടൊപ്പം ആ രാഷ്ട്രീയ രേഖയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് കേരളത്തിൽ 2 പ്രബലമായ ന്യൂനപക്ഷങ്ങളുണ്ട്. 23-24% വരുന്ന മുസ്ലിം ജനവിഭാഗം, 20-21% വരുന്ന ക്രൈസ്തവ ജനവിഭാഗം. പാർട്ടി പദവികൾ സാമ്പത്തിക ലാഭത്തിനും കള്ളക്കച്ചവടത്തിനും എതിർക്കുന്നവരെ ഇല്ലാതാക്കാനും ഉപയോഗിച്ചതിന്റെ ഫലമായാണ് ജില്ലയിൽ സേവ് CPI-യും DMF-ഉം രൂപീകരിക്കാനിടയായത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഇരു പാർട്ടികളിലും നിൽക്കാനാവില്ല. CMP-യിലേക്ക് കൂടുതൽ പേർ വരുമെന്നും അജീർ പറഞ്ഞു. സേവ് CPI-യിൽ പ്രവർത്തിക്കുന്ന 800ഓളം പേർ CMP-യിൽ പ്രവർത്തിക്കുമെന്നും പാലോട് മണികണ്ഠനും അറിയിച്ചു. പാലക്കാട് സ്വകാര്യ ആദിവാസി ഭൂമികൾ CPI നേതാക്കൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും പാലോട് മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ലയന സമ്മേളനത്തിൽ TU ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, P കലാധരൻ, VA റഷീദ്, കബീർ പരുത്തിപ്പുള്ളി, ധർമ്മദാസ്, T മുസ്തഫ, സലാം ഒറ്റപ്പാലം, ബിജോയ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലോട് മണികണ്ഠൻ, TU ജോൺസൺ എന്നിവരെ CMP സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ 4ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശിനി സ്നേഹയാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹയാണ് മരിച്ചത്. അതേസമയം മരണകാരണം വ്യക്തമല്ല. ഗുരുതര പരിക്കുകളോടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് 11 മണിയോടുകൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 10 മണിയോടെ വിദ്യാർത്ഥിനി നിലത്ത് കിടക്കുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് ദുരിതത്തിലേക്കെന്ന് ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇതിനു കാരണം ഓവർലോഡാണ്. പ്രിയദർശിനി യാത്ര വന്നതിനു ശേഷമാണ് യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായിരിക്കുന്നത്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ പറയുന്നു. നിയമപ്രകാരം കൊണ്ടുപോകാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം 64. ഇപ്പോഴാകട്ടെ ഓടുന്നത് 100ഉം 120ഉം യാത്രക്കാരെ വെച്ച്. ഇതിൽ 80 മുതൽ 90% യാത്രക്കാർ സ്ത്രീകൾ. യാത്രക്കാരുടെ ക്രമാതീത വർധനവ് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിനു ശേഷം. വിഷയം ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ സംഘടനയായ ഇൻഡിപെൻഡൻസ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് CMD-ക്കും ചാലക്കുടി യൂണിറ്റ് അധികാരിക്കും ഉൾപ്പെടെ കത്ത് നൽകി. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള 80 കിലോമീറ്റർ ദൂരം ഒറ്റവരി പാതയാണ്. ഒരു വശം വലിയ കൊക്കയുള്ള ഈ പാതയിൽ 9 ഹെയർ പിൻ വളവുകളുണ്ട്. ഓരോ ഹെയർ പിൻ വളവുകളും കടക്കണമെങ്കിൽ ഒറ്റ തവണയെങ്കിലും ചുരുങ്ങിയത് ബസ് പുറകോട്ടെടുക്കണം. ഓവർലോഡ് മൂലം ബസ്സുകൾ പുറകോട്ടെടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്നില്ല എന്ന് ഡ്രൈവർമാർ പറയുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒരു ദിവസം ഓടുന്നത് 4 KSRTC ബസ്സുകൾ. പല ബസ്സുകളും 15 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. 11 മണിക്ക് ചാലക്കുടിയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ ഈ റൂട്ടിൽ ഓടിക്കണമെന്നും ജീവനക്കാർ പറയുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇത് വളരെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കാരണം അതിരപ്പള്ളിക്ക് ശേഷം മലക്കപ്പാറ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 70 കിലോമീറ്ററോളം വരും. ഈ ദൂരം മുഴുവൻ സിംഗിൾ റോഡാണ്. 2 വണ്ടികൾ പരസ്പരം ഒരേ സമയം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണവശാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് സൈഡ് കൊടുക്കേണ്ടി വന്നാൽ പല സ്ഥലങ്ങളിലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മാത്രമല്ല റിവേഴ്സ് കൊണ്ടുവന്നിട്ട് വേണം പലപ്പോഴും സൈഡ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പൊ ഓവർലോഡുമായി പോകുന്ന ഇത്തരം 100-നും 120-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 100-ൽ പരം യാത്രക്കാരെ കൊണ്ട് സർവീസ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം റോഡിൽ നിന്നും സൈഡ് ഇറക്കി വണ്ടി സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും മണ്ണിൽ പൂണ്ടുപോകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലവിൽ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ബസ്സുകൾ കയറുന്നില്ലെങ്കിലും കോട്ടായിലെ മിനി ബസ് സ്റ്റാൻഡ് മറ്റു വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമായതിൽ ആശ്വാസം. ഫെബ്രുവരി 27 ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കോട്ടായി സെന്ററിൽ വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈൻഡ് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിന് മുകളിൽ നിർമ്മിച്ച മിനി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ബസ്സുകളൊന്നും കയറുന്നില്ലെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമായതിൽ ആശ്വാസപ്പെടുകയാണ് പ്രദേശവാസികൾ. ഫെബ്രുവരി 27 കെ രാധാകൃഷ്ണൻ MP-യാണ് മിനി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. എന്നും ഗതാഗത തിരക്കുള്ള കോട്ടായി സെന്ററിൽ ബസ്സുകൾ ഇന്നും പാതയോരത്ത് തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ മുൻവശം ചേറും ചളിയും നിറഞ്ഞ് മിനി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാൽനടക്കാർ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴുമെന്നാണ് സ്ഥിതി. കോടികൾ മുടക്കി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണെന്നും ചെളി നിറഞ്ഞതിനാൽ യാത്രക്കാർക്ക് കയറി നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മഴ തിമിർത്തു പെയ്തതോടെ റോഡിൽ വെള്ളക്കെട്ട് ഉയർന്ന് തോടിന് സമാനമായി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പെയ്ത ശക്തമായ മഴയിൽ കോട്ടായി ചെമ്പൈ ഓത്ത റോഡ് വെള്ളക്കെട്ട് ഉയർന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വിശേഷമായിരുന്നു. ഷൊർണൂർ നഗരസഭ 1-ാം വാർഡ് കണയം വെസ്റ്റ് ADSന്റെ പൊതുയോഗവും SLC+2 LSS വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വൈസ് ചെയർമാൻ VK അനുരാജ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ കുടുംബശ്രീയുടെ പൊതുസഭ എന്ന രീതിയിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. കുടുംബശ്രീ എന്ന് പറഞ്ഞത് നഗരസഭ നടത്തുന്ന പോലെ തന്നെ പ്രാദേശികമായുള്ള ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ന് സ്ത്രീകൾക്ക് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം. ചടങ്ങിൽ ADS ചെയർപേഴ്സൺ T മഞ്ജു അധ്യക്ഷയായിരുന്നു. നഗരസഭ CDS ചെയർപേഴ്സൺ P ജിഷ മുഖ്യാതിഥിയായി. ADS കമ്മിറ്റി അംഗം സജിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ KT ബഷീർ, ബ്ലോക്ക് കോർഡിനേറ്റർ ബിജിത, വൈസ് ചെയർപേഴ്സൺ രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിന് CDS കമ്മിറ്റി അംഗം ഫാത്തിമത്തെ ഫർസാന നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെയും വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് കലാമണ്ഡലത്തിന് സമീപം അവസാനിക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി നിർവഹിച്ചു. കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്, മഴയൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഇന്ന് തന്നെ നടത്തേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് നമുക്കത് നീട്ടിവെച്ചുകൂടാ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടന്നിട്ട് പകരാനിടയുള്ള പകർച്ചവ്യാധികൾ ഒഴിവാക്കുക. അപ്പോൾ കൊതുകിന് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മറ്റു തരത്തിലുള്ള എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ളതൊക്കെ പകരാനുള്ള സാധ്യതകൾ ഇപ്പോൾ മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ തടയാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ലത്തീഫ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ T ഷീജ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ രമേശ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. DYFI ഷൊർണൂർ മുണ്ടായ വായനശാല യൂണിറ്റുകൾ സംയുക്തമായി മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C രാകേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI ഷൊർണൂർ മുണ്ടായ വായനശാല യൂണിറ്റും മുണ്ടായ യൂണിറ്റും സംയുക്തമായാണ് +2 SSLC പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുമോദന സദസ്സ് DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C രാകേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ മുന്നോട്ട് പോക്കിന്, നിങ്ങളുടെ മുന്നോട്ടുള്ള പഠിത്തത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി കാര്യങ്ങൾക്കെല്ലാം ഈ പ്രസ്ഥാനവും നാടും കൂടെയുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് DYFI ഇത്തരത്തിലുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ DYFI എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ധാരണ ഉണ്ടാവും. നമ്മൾ TV-യിലും അതുപോലെ തന്നെ ദൃശ്യ നവമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും. ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ് ഈ DYFI എന്ന് പറഞ്ഞ സംഘടന. അത് അതിൻ്റെ അംഗസംഖ്യയുടെ എണ്ണത്തിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ട് മാറിയതല്ല.
ഡിവൈഎഫ്ഐ വായനശാല യൂണിറ്റ് പ്രസിഡന്റ് കെ ഷിമ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി പി ജയകൃഷ്ണൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി മുരളീധരൻ, രാജേഷ് പട്ടത്ത്, സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ ട്രഷറർ N ലോഹിതാക്ഷൻ, പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ TR സന്തോഷ് കുമാർ, KT ശ്യാംകുമാർ, K ഗോപിനാഥൻ, ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി T അജിൽ, വന്ദന വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് മെമ്മന്റോവും ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷി എന്ന പുസ്തകവും സ്നേഹോപഹാരമായി സമ്മാനിച്ചു. ബാലസംഘം പാലക്കാട് ജില്ലാ കൺവീനറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന U ബാലേന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ആറ്റൂരിൽ നടത്തിയ SKSSF വികായ സംസ്ഥാന ആക്റ്റീവ് മീറ്റ് സമാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുബഷീർ തങ്ങൾ ജമലുലി ഉദ്ഘാടനം ചെയ്തു. അള്ളാഹുവിന് വേണ്ടിയാണ്, പാരത്രിക വിജയത്തിന് വേണ്ടിയാണ് എന്ന നീയത്തോടെയാണ് നമ്മളുടെ സകലമാന പ്രവർത്തനങ്ങളുമെങ്കിൽ പുണ്യപ്രവാചകൻ പറയുന്നു, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഐശ്വര്യമുണ്ടാവും. വജഅലഹു ശംലഹു, നമ്മുടെ കാര്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി കിടക്കുന്നത് നമ്മൾ അറിയാത്ത രൂപത്തിൽ ഏകോപിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവിൽ സമ്പൽ സമൃദ്ധിയാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും നമ്മൾ അറിയാത്ത പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. 1500 വികായ ആക്റ്റീവ് അംഗങ്ങൾ പങ്കെടുത്ത മഹാസമാപന സംഗമം ഞായറാഴ്ച വൈകിട്ട് മുള്ളൂർക്കര ആറ്റൂർ അറഫ സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. വികായ സമിതി സംസ്ഥാന ചെയർമാൻ മുഹിദ്ദീൻ കുട്ടി യമാനി അധ്യക്ഷത വഹിച്ചു. സത്താർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഷാഹിദ് കോയ തങ്ങൾ ചെറുതുരുത്തി ആമുഖ പ്രഭാഷണവും നടത്തി. SKSSF സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസാദി നമ്പ്രം, വൈസ് പ്രസിഡന്റ് അൻവർ മുഹിദ്ദീൻ ഹുദവി, സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെക്ഷനുകളിലായി പ്രഗത്ഭർ സംസാരിച്ചു. വികായ സംസ്ഥാന സമിതി വർക്കിംഗ് ചെയർമാൻ ഷാരിഖ് ആലപ്പുഴ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ ഷഹീർ ദേശമംഗലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വ്യാപാരി വിജയ് അവാർഡും ഖാലിദ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടത്തി. ഇതോടൊപ്പം ചേലക്കര MLA യുവർ പ്രദീപിന് സ്വീകരണവും നൽകി. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടത്തിയ പ്രതിഭാ പുരസ്കാര സമർപ്പണം ചേലക്കര MLA യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നല്ല പദ്ധതി പുറപ്പെടുവിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതൊരു കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് മാറി നിൽക്കുന്നതല്ല. എല്ലാ ആളുകളും ഒരുമിച്ച് അത്ര പദ്ധതിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന എനിക്കും പെൺകുട്ടി, എൻ്റെ കുട്ടി വിട്ടുപോയി പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ അവർ ആ മോള് നോർമലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അത് എല്ലാ രക്ഷിതാക്കളെ കൊണ്ടും ഒരു പ്രയാസമാണ്. ഇന്ന് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ പോലും അറിയാതെ വഴിതെറ്റിക്കാൻ ഒരു സംഘം ആളുകളുണ്ട്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഉഷാകുമാരി, KK അബ്ദുൽ ഗഫൂർ, PM ഹംസ, CM ഷംസുദ്ദീൻ, CS നൌഫൽ, PS രാഘവൻ, MK ഗോപിനാഥൻ, KM മുഹമ്മദ് അബ്ദുൽ സലാം, അഖിൽ ജോസ്, ധന്യ ഷിബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയലക്കിടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മരക്കാർ മുരുക്കുംപറ്റ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നൽകി. ജില്ലാ സെക്രട്ടറി മരക്കാർ മുരുക്കുംപറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK അബ്ദുൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് പാലേരി, ജനറൽ സെക്രട്ടറി PV ബഷീർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷക്കീർ ഹുസൈൻ, സെയ്ദുപ്പ, VM സ്വാലിഹ്, അമീർ ഹംസ, ശിവൻ, PK ഷറഫുദ്ദീൻ, അബ്ദുൽ സലാം, ഷൗക്കത്ത്, ഇമ്പിച്ചുകോയ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി മണ്ഡല നേതാക്കൾക്കുള്ള സ്വീകരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വാടനംകുറിശി RB കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എൻ്റെ പ്രിയ പുസ്തകം താളുകളിലെ വിസ്മയം എന്ന പരിപാടി സംഘടിപ്പിച്ചു. നേതൃസമിതി കൺവീനർ സുധീർ ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണം 2026 ഭാഗമായി വാടനാംകുറിശി RB കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് മൂന്നാമത്തെ പരിപാടി കൂടിയായ എൻ്റെ പ്രിയ പുസ്തകം താളുകളിലെ വിസ്മയം എന്ന പരിപാടി സംഘടിപ്പിച്ചത്.
നേതൃസമിതി കൺവീനർ സുധീർ ഉദ്ഘാടനം ചെയ്തു. PN പണിക്കരുടെ ചരമദിനം മുതൽ ഐവിദാസിന്റെ ചരമദിനം വരെ ജൂലൈ 7 വരെ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഗ്രന്ഥശാല സംഘം ആലോചിച്ചിട്ടുണ്ടാവുക ഇതിന്റെ വായനയുടെ ഒരു സംസ്കാരം കൂടുതൽ ജനങ്ങളിലേക്ക് അതിന്റെ വ്യാപ്തി കൂട്ടുക എന്ന് തന്നെയാണ്. ജനങ്ങളിലേക്ക് വായന എന്തുകൊണ്ട് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതെല്ലാവർക്കും ബോധ്യമുണ്ട്. വായനയുടെ തലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും ചിലവര് പുസ്തകങ്ങൾ നേരിട്ട് വായിക്കണം എന്നില്ല. വാണാശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. ഒരു കുട്ടിയുടെ ഒരു വളർച്ച വികാസത്തിന് എങ്ങനെയാണ് ആ കുട്ടിയുടെ കുടുംബം സമൂഹം ഒക്കെ സ്വാധീനിക്കാനും കൂടി ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഉൾക്കാഴ്ച കിട്ടും. അപ്പോൾ ഈ കുട്ടിയുടെ ഈ വീട്ടിലെ അവസ്ഥ കാരണം തന്നെ ഈ കുട്ടി വളരെ ഒരു എന്താ പറയുക, ഒരു പറഞ്ഞാൽ തീരനുസരണയില്ല, അതുപോലെ നല്ല വികൃതിയാണ്, ആരെയും ഒന്നും വകവെച്ച് കൊടുക്കില്ല, അങ്ങനെയുള്ള ഒരു കുട്ടിയായിട്ടാണ് ഈ കുട്ടിയെ ചിത്രീകരിക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ കുറേ നല്ല ഗുണങ്ങൾ ആരും കാണില്ല. ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു മുത്തച്ഛനാണെന്ന് തോന്നുന്നു ആണ് ഈ കുട്ടിയുടെ കഴിവുകൾ അറിയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ആ കുട്ടിയുടെ ഭാവന, ആ കുട്ടിയുടെ നിഷ്കളങ്കത, ആ കുട്ടിയുടെ മറ്റുള്ളവരോടുള്ള സ്നേഹം, അനിയനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PP വിജയൻ, ഹരിദാസൻ മാസ്റ്റർ, രാജേഷ്, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 1 വൈകിട്ട് 7 മനുഷ്യരി CRC ഹാളിൽ നടക്കും. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ ഉൾപ്പെടെ മുൻഗണന നൽകുന്ന പ്രവർത്തന പദ്ധതികളാണ് പുതിയ ഭരണസമിതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 1 രാത്രി 7 മണിക്ക് മനശ്ശേരി CRC ഹാളിലാണ് സംഘടിപ്പിക്കുക. പ്രസിഡന്റ് K. സതീഷ് നായർ, വൈസ് പ്രസിഡന്റ് MG K. മേനോൻ, ജോയിന്റ് സെക്രട്ടറി രമേശ് ബൈജു, ട്രഷറർ സുനിൽ ശിവശങ്കരൻ എന്നിവരടങ്ങുന്ന ഭാരവാഹികളാണ് സ്ഥാനമേൽക്കുക. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് റൊട്ടേറിയൻ MTS സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയാവും. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകൾ, യുവജന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പ്രവർത്തന പദ്ധതികളാണ് പുതിയ ഭരണസമിതി അവതരിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Incinerators for female students, promotion of biodegradable sanitary napkins, in a road safety awareness. That's a major program what we are trying to achieve the next year, coming year. Road safety awareness program and safe driving counseling program. In a major item, ഇക്കൊല്ലം നമ്മൾ ഓൾറെഡി 3 ഹൗസിംഗ് പ്രോജക്റ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് അണ്ടർ ചിറ്റ്നപ്പള്ളി ഫൗണ്ടേഷൻ. അപ്പോൾ അടുത്ത കൊല്ലം കൂടിയും ഇപ്പോൾ ഇന്നലെ കിട്ടിയ ന്യൂസ് അനുസരിച്ചിട്ട് we already may get an approval for another 3 projects, 3 housing projects in the coming year 26-27 or 3. അപ്പോൾ അതാണ് ഈ കൊല്ലത്തെ മേജർ ഫോക്കസ് ഏരിയ. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ K. സതീഷ് നായർ, വീനസ് മേനോൻ, R. മധുസൂദനൻ, CP ബൈജു, MG K. മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലമ്പുഴ ഡാം വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് പ്രവർത്തിക്കുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന പരാതിയുമായി BJP. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം, അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭമെന്നും BJP നേതാക്കൾ. പരാതി ഉയർന്ന സാഹചര്യത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ ഇമേജ് കേന്ദ്രം സന്ദർശിച്ചു. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPM-നോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPI-യെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നും CA അജീർ. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ ഓടുന്നത് ദുരിതത്തിലേക്കെന്ന് മുന്നറിയിപ്പുമായി ജീവനക്കാർ. കാരണം സൂചിപ്പിക്കുന്നത് പ്രിയദർശിനി സൗജന്യയാത്ര വന്നതിനു ശേഷം യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായ സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കത്ത് നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ. കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാലിന് മുകളിൽ 1 കോടി ചെലവിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന് ആക്ഷേപം.
കോട്ടായി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 3 മാസം മുൻപ്. ബസ്സുകൾ കയറാത്തതിനാൽ മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കി. ബസ് സ്റ്റാൻഡ് ഉടൻ ഉപകാരപ്രദമാക്കണമെന്നും ആവശ്യം. മഴ കനത്തതോടെ കോട്ടായി ചെമ്പൈ ഓത റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതം പേറി യാത്രക്കാർ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്കു ചാടിയ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരണപ്പെട്ടത് 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ കോട്ടയം സ്വദേശി സ്നേഹ. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.